Hi friends, welcome to JB Educom. Calicut University സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഭാഗം ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോർഷനിലേക്ക് കിടക്കാം. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു ഫേമിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ പീറ്റർ ഡ്രക്കർ പറഞ്ഞിട്ടുണ്ട്, ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻസ് ആർ സപ്പോർട്ട് സർവീസസ് ടു ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മറ്റെല്ലാ ഓർഗനൈസേഷനിലുള്ള ആക്ടിവിറ്റിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ നമ്മൾ 4 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു ഇക്കണോമി എന്നിങ്ങനെ 4 തരത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലാദ്യത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റിയാണ്. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സൊസൈറ്റീനെ സംബന്ധിച്ച് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് മാർക്കറ്റിങ്ങിന് അവിടെ ഉണ്ട്. മാർക്കറ്റിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫേം ആൻഡ് സൊസൈറ്റി. അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് സൊസൈറ്റിക്ക് അഡ്വാൻറ്റേജസ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിങ്ങിൽ എഫക്റ്റീവായ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ആയിട്ടുള്ള ആളുകൾക്ക്, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവൽ കുറവുള്ള ആളുകളും ഒക്കെ അവർക്കൊക്കെ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ മാർക്കറ്റിങ്ങിന് സാധിക്കുന്നു. രണ്ടാമത്തേത്, ഇറ്റ് റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. മാർക്കറ്റിംഗ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ബൈ സാറ്റിസ്ഫൈയിങ് വേരിയഡ് ആൻഡ് ഇന്യൂമറബിൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് വാണ്ട്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഒരു അവസരം നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച്, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രൊഡക്റ്റിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സൊസൈറ്റിക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഗുഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അഡ്വാൻറ്റേജസ് ആണ്. മൂന്നാമത്തേത്, ഇറ്റ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. മാർക്കറ്റിങ്ങിൽ ഒരുപാട് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പ്ലേസ്, ടൈം, പൊസഷൻ എന്നീ കാര്യങ്ങളിലൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ വഴി, സ്റ്റോറേജ് വഴി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വഴിയൊക്കെ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ്. മാർക്കറ്റിംഗ് എൻഷുർ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം കൺസംഷൻ. അങ്ങനെ വരുന്ന അതുകൊണ്ട് നമ്മുടെ മാക്സിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. അത് കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്റ്റ് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിന് സഹായകരമാകുന്നു. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്. നമ്മുടെ ഫേമുകൾക്കെല്ലാം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാറുണ്ട്. അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അവർ പലതരത്തിലുള്ള ഒരു അവെയർനെസ് ആളുകൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. മാർക്കറ്റിംഗ് ക്രിയേറ്റ് സോഷ്യൽ അവെയർനെസ് എമംഗ് പീപ്പിൾ. വി വാച്ച് ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഫാമിലി പ്ലാനിങ്, എക്കോളജിക്കൽ ബാലൻസ്, പോപ്പുലേഷൻ കൺട്രോൾ എക്സെട്ര. അപ്പം അത് ഇവിടെ ഒരു സൊസൈറ്റീനെ സംബന്ധിച്ച് സൊസൈറ്റിക്ക് മാർക്കറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ്, മേക്ക് ലൈഫ് ഈസിയർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്ന സിറ്റുവേഷനുകൾക്കൊക്കെ അനുസരിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ വേണ്ട തരത്തിലുള്ള ഗുഡ്സ് എത്തുന്നു. നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരുപാട് ദൂരങ്ങളൊന്നും നടക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കത് അവൈലബിൾ ആകുന്നു. നെക്സ്റ്റ്, എൻറിച്ച് സൊസൈറ്റി. Many firms encourage their employee to participate in activities that benefit their communities and invest heavily in socially responsible action and charities. എല്ലാ കമ്പനികളും ഒരുപാട് ചാരിറ്റി അല്ലെങ്കിൽ ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സൊസൈറ്റിയിലുള്ള താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ അതും ഒരുപാട് തരത്തിലുള്ള
ഒരു ഗുണം ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസിന് ഇത് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ 3 ഭാഗങ്ങൾ ആദ്യത്തെ ഇതിന് മുൻപ് എടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് വാച്ച് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുവഴി അതുകൂടി കാണാൻ ശ്രമിക്കുക. എക്സാമൊക്കെ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ശ്രമിക്കാം. അപ്പം അടുത്ത് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ്. Marketing is the heart of any business organization. Marketing is the only revenue producing activity for the organization. ഓർഗനൈസേഷനെ സംബന്ധിച്ച് റവന്യൂ ലഭിക്കുന്ന ഒരേ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൽ the following are the advantages of marketing to business firms. ബിസിനസ് ഫേംസിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഒന്നാമത്തേത് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റിൽ സെയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാർക്കറ്റിംഗ് പ്ലാനിങ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ ബിസിനസ് പ്ലാനിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമുലേറ്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിസിഷൻസ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ നടത്തുന്നത് മാർക്കറ്റിംഗ് വഴിയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തത് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ആഫ്റ്റർ പ്രൊഡ്യൂസിങ് the product, the firm has to decide the distribution channel. എങ്ങനെയൊക്കെ ആ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഹോൾസെയിലർ, റീറ്റെയിലർ, അങ്ങനെ ഇടനിലക്കാരൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അപ്പം അതൊക്കെ തീരുമാനിക്കുന്നതിന് മാർക്കറ്റിംഗ് സഹായകരമാകുന്നു. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. മാർക്കറ്റിംഗ് ഗീവ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് എബൌട്ട് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ്. മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ഹെൽപ്പ് ടു അഡാപ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് സ്റ്റഡി നടത്താനും അത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിക്കാനും അതിനനുസരിച്ച് നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ മാറ്റം വരുത്തുന്നതിന് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. നെക്സ്റ്റ് എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫേമുകൾ ഹോണ്ട, സോണി, നെസ്ലെ, കൊക്കക്കോള അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഓപ്പറേറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ്. അപ്പോൾ അങ്ങനെ ഒക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന മാർക്കറ്റിംഗ് വഴിയാണ്. നെക്സ്റ്റ് പോയിന്റ് ഹെൽപ്സ് ടു ഏൺ ഗുഡ് വിൽ. ഇങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ഉള്ള കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ മാർക്കറ്റിംഗ് വഴി സാധ്യമാകുന്നു. അപ്പോൾ ഇതാണ് കമ്പനിക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സാണ്. ഇതിനകത്ത് മാർക്കറ്റിങ്ങിൽ കമ്പനിക്കും സൊസൈറ്റിക്കും മാത്രമല്ല കൺസ്യൂമേഴ്സിനും അതുകൊണ്ട് വളരെ ഗുണമുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റിംഗിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. അത് കൺസ്യൂമേഴ്സിന് ഗുണം ചെയ്യും. രണ്ടാമത്തേത് പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആകുന്നുണ്ട്. മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ യൂസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് മാർക്കറ്റിംഗ് വഴിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്, പല പ്രൈസിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം നമുക്ക് അവിടെ ലഭിക്കുന്നു. നെക്സ്റ്റ് ഇംപ്രൂവ് നോളജ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് വേരിയസ് പ്രൊഡക്ട്സ് ത്രൂ വേരിയസ് മീഡിയ ലൈക്ക് TV, ന്യൂസ് പേപ്പർ, മാഗസിൻ എക്സെട്ര. അപ്പോൾ ഇതിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിട്ടാണെങ്കിലും മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊഡക്റ്റിനെ കുറിച്ചും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൺസ്യൂമേഴ്സിൻ്റെ നോളജ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ദേ ബിക്കം അവെയർ ഓഫ് ദ നെയിം, സൈസ്, പ്രൈസ് ആൻഡ് ഡിഫറെൻറ്റ് സ്കീംസ് ഇൻ അഡ്വാൻസ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുൻപേ തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു. ഇപ്പോൾ മൊബൈലൊക്കെ വാങ്ങാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെ പറ്റിയാണെങ്കിലും അതിൻ്റെ പ്രൈസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗുണമാണ്. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ സെലക്ഷൻ. Marketing provide variety consumers. These
products are available in different size, design, colors and price. In this way, marketing provide various option to consumers. പലതരത്തിലുള്ള പല വെറൈറ്റി ഓഫ് ഗുഡ്സ് ഉണ്ടാവും, പല അളവിലും തൂക്കത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവരിലേക്ക് ചോയ്സ് സെലക്ഷൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ടുഡേ ദ ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു മാർക്കറ്റിങ്ങിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം എന്നുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമേഴ്സ് ക്യാൻ ബൈ പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രൊഡക്റ്റും ഒക്കെ അവൈലബിൾ ആകുന്നു. അപ്പോൾ ഇത്രയാണ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഗുണങ്ങൾ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കണോമി. എക്കണോമിയിൽ എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിന് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ഇറ്റ് സേവ് ദ എക്കണോമി ഫ്രം ഡിപ്രഷൻ. മാർക്കറ്റിംഗ് മേക്സ് ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. അപ്പോൾ ഡ്യൂറിങ് ഡിപ്രഷൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ കൺസ്യൂമർ ഈസ് വെരി ലോ. ഡിപ്രഷൻ്റെ പീരീഡിൽ ആളുകളുടെ ഇടയിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലുള്ള പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം മാർക്കറ്റിംഗ് ഡെവലപ്പ് ന്യൂ മാർക്കറ്റ് ആൻഡ് അഡോപ്റ്റ് പ്രൊമോഷണൽ ടൂൾ ടു സേവ് ദ എക്കണോമി ഫ്രം ഡിപ്രഷൻ. അപ്പം മാർക്കറ്റിംഗ് എക്കണോമീനെ സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊമോഷണൽ ടൂൾസും അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള മാർക്കറ്റൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻക്രീസ് നാഷണൽ ഇൻകമാണ്. നമ്മൾ നേരത്തെ കണ്ടു സൊസൈറ്റീനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞപ്പോൾ പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആളുകളുടെ ഇടയിലുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യിക്കുന്നു. ആളുകളുടെ ഇടയിലുള്ള ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് വലുതാകും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നാഷണൽ ഇൻകവും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, എക്കണോമിക് ഗ്രോത്ത് ആണ്. സ്കേഴ്സ് റിസോഴ്സസിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റിംഗ് എക്കണോമിക് ഗ്രോത്തിന് വഴിതെളിക്കുന്നത്. നെക്സ്റ്റ്, plugging back of resources. Marketing generate resources that are plugged back to the economic system. അത് എക്കണോമിക് സിസ്റ്റത്തിന് നിന്ന് നമ്മൾ എക്കണോമിയിൽ നിന്ന് റിസോഴ്സസ് എടുത്തിട്ടാണ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് വീണ്ടും തിരിച്ച് എക്കണോമിയിലേക്ക് തന്നെ എത്തുന്നു. അതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് കളക്ട് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഫ്രം ബിസിനസ് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ടും ഡ്യൂട്ടീസൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുന്നു. അത് വീണ്ടും ചെല്ലുന്നത് സൊസൈറ്റിയിലേക്ക് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആ ഫണ്ടുകൾ ഉപയോഗിക്കുന്നു. ആ ഫണ്ട് വീണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ആ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഉപകാരപ്പെടുന്നു. ഇപ്പോൾ റോഡുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡുകളൊക്കെ വീണ്ടും ബിസിനസ് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ റിസോഴ്സസുകളെ പ്ലോഗിങ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന ഗുണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.